നിലമ്പൂരിൽ വന്നാൽ നെടുങ്കയം ഫോറസ്റ്റ് കാണാതെ മടങ്ങരുത്. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇതൊരു സ്വപ്ന ലോകം തന്നെ. നിലമ്പൂരിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന നെടുങ്കയം ഫോറസ്റ്റ് മലബാറിൻ്റെ പഴയകാല വനങ്ങളിലൊന്നാണ്. മഞ്ഞുമൂടിയ കാടും വൃക്ഷങ്ങളുടെ പച്ചപ്പും കാടിൻ്റെ സൗന്ദര്യവും കൊണ്ട് ഇത് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രകൃതി മന്ദിരമാണ്. ഈ ശില്പം ചോലനായ്ക്കരുടെ മുതിർന്ന നേതാവായ ശ്രീ മാത്തനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കരിക്കയ്ക്കും സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. 2005 റിപ്പബ്ലിക് ഡേ ആഘോഷത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക അതിഥിയായി ശ്രീ മാത്തൻ പങ്കെടുത്തു. ദൗർഭാഗ്യവശാൽ 2022 ജനുവരി 26 ഒരു കാട്ടാന ആക്രമണത്തിൽ ശ്രീ മാത്തൻ മരണപ്പെട്ടു. ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത്. ചോല എന്നത് ആഴത്തിലുള്ള കാട് എന്നർത്ഥം, നായ്ക്കൻ എന്നത് രാജാവ് എന്നർത്ഥം. ഇവരുടെ ഭാഷ കന്നഡ, തമിഴ്, മലയാളം എന്നിവയുടെ ഒരു സംയോജനമാണ്. ഈ ശില്പത്തിന് സമീപത്തായി തന്നെ നമുക്കൊരു പാലം കാണാൻ സാധിക്കും. 1933 ഇംഗ്ലീഷുകാരനായ ES ഡോൺസൺ ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിൽ ഫോറസ്റ്റ് എഞ്ചിനീയറായിരുന്നു. ഇദ്ദേഹമാണ് ഈ പാലം നിർമ്മിച്ചത്. എന്നാൽ 1938 ഒക്ടോബർ 9 നെടുങ്കയത്തെ നദിയിൽ നീന്തുന്നതിനിടെ ഇദ്ദേഹം മുങ്ങി മരിച്ചു. അദ്ദേഹത്തെ നെടുങ്കയത്ത് തന്നെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ കല്ലറ നമുക്കിവിടെ കാണാൻ സാധിക്കും.